തൊട്ടിലിൽ വെച്ച് സംസാരിച്ച് അത്ഭുതമായി സംസാരിച്ച കുട്ടിയാണ്. അവിടുന്ന് ആദ്യം പറഞ്ഞ വാക്ക് ഇന്നീ അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം ലഭിക്കുന്നതാണ്. വജഅലനീ നബിയ്യാ, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ടിലിൽ വെച്ചുകൊണ്ട് തന്നെ തുടക്കം മുതൽ അത്ഭുതകരമായ സംസാരമുണ്ടായി. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത് ധാരാളക്കണക്കിന് പ്രത്യേകതകൾ വീണ്ടും വീണ്ടും കൊടുക്കുകയാണ്. ഒരുപാട് സവിശേഷതകൾ കാണാം. പിതാവില്ലാത്ത ജനനം അത്ഭുതമാണ്. ഉലുൽ അസ്മിന്റെ 5 നബിമാരിൽ ഒരാളായി ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിന്റെ 7-ാമത്തെ ആയത്ത്. 5 നബിമാര് ശ്രേഷ്ഠരായ പ്രവാചകന്മാരാണ്. അവരുടെ 5 പേരുടെയും പേര് സൂറത്ത് അഹ്സാബിന്റെ 7-ാമത്തെ ആയത്ത്. വഇദാ ഖദ്നാ മിനൻ നബിയ്യീന മിസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസാ വഈസാ ഇബ്നു മറിയം. നബിയെ, നിങ്ങളിൽ നിന്ന് നാം കരാർ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് നൂഹ് നബിയിൽ നിന്ന്, ഇബ്രാഹിം നബിയിൽ നിന്ന്, മൂസാ നബിയിൽ നിന്നും, ഈസ ഇബ്നു മറിയമിൽ നിന്നും. അപ്പോ 5 നബിമാരുടെയും ചരിത്രപരമായ പേരുകൾ രേഖപ്പെടുത്തി. അതുമാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാമിന് ഈസ ഇബ്നു മറിയം എന്ന പേര് മാത്രമല്ല, മറ്റു പല പേരുകളുമുണ്ട്. സാധാരണ നബിമാരുടെയൊക്കെ പേര് പറയുമ്പോൾ അതിന്റെ കൂടെ വാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും പേര് ചേർത്ത് വല്ലാതെ ഖുർആനിൽ പറയാറില്ല. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞെടുത്ത് പലപ്പോഴും ഈസ ബിൻ മറിയം, ഈസ ബിനുല്ലാഹ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറിയമിന്റെ മകനായ ഈസ, അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അൽ മസീഹ്, ചിലയിടത്ത് 10 സ്ഥലങ്ങളിൽ ഈസാ നബിനെ വിശേഷിപ്പിച്ചത് അൽ മസീഹ് എന്നാണ്. വഖാലത്തിൻ നസാറാ അൽ മസീഹ് ഇബ്നുല്ലാഹ്, നസാറാക്കൾ പറയാൻ തുടങ്ങി അൽ മസീഹ് എന്ന ഈസാ നബി അല്ലാഹുവിന്റെ മോനാണെന്ന് നസാറാക്കൾ പറഞ്ഞു. അല്ലാഹ്ക്ക് അങ്ങനെ വാദല്ല, നസാറാക്കൾ ഉണ്ടാക്കിയതാണ്. കലിമത്തുല്ലാഹ്, ചിലയിടത്ത് അല്ലാഹുവിന്റെ വചനം എന്നർത്ഥം വരുന്ന 3 തവണ ആ പേര് വന്നു. ചിലയിടത്ത് റൂഹുല്ലാഹ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹ് വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻ. ഈ നിലക്ക് സവിശേഷമായ പേരുകൾ എടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലെ നുബുവത്തിന് സ്ഥാനം കിട്ടി. നല്ല ദഅവത്ത് നടത്തി, ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി. എന്താ സംസാരിച്ചത്? ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലയാണ്. ഞാനാണ് അല്ലാഹ് പറഞ്ഞിട്ടില്ല, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലയാണ്. ഫഅബ്ദൂഹു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ശരിക്കുള്ള ശരിയായ നേരിന്റെ പാത, സത്യപാത ഇതാണ്. പ്രവാചകരെ ആരാധിക്കലല്ല, പ്രവാചകരെ അമിതമായി പ്രശംസിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പൊക്കി പറഞ്ഞ് ഇല്ലാത്തത് പറയലല്ല മാർഗം. ഇതാണ് നേരിന്റെ മാർഗമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ എന്ന സവിശേഷ വേദഗ്രന്ഥം ലഭിച്ചു. അതുമാത്രമല്ല, ഈ ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, പ്രവാചകനാണെന്ന് പഠിപ്പിക്കാൻ മുഅ്ജിസത്തുകളായി കൊണ്ട് കൊടുത്തതാണല്ലോ. കളിമൺ പക്ഷികൾക്ക് ജീവൻ നൽകിയ രംഗം കാണിച്ചു കൊടുത്തു. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷിയിൽ ഊതിയപ്പോ ജീവൻ വെച്ചത് പാറുന്ന രംഗം കാണിച്ചു കൊടുത്തു. വെള്ളപ്പാണ്ടുകാരനെ തടവുന്നതോടുകൂടെ ചികിത്സിച്ച വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുത്തതും ഒരു അടയാളമാണ്, പ്രവാചകനാണെന്നതിന്റെ മുഅ്ജിസത്താണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മരിച്ചവരെ ജീവിപ്പിച്ച ഘട്ടം മുഅ്ജിസത്തായിക്കൊണ്ട് അള്ളാന്റെ അനുമതി പ്രകാരം ഈസാ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാളെ കണ്ടാൽ അയാൾ എന്ത് ഭക്ഷണം കഴിച്ചു, ഇപ്പൊ വീട്ടിൽ എന്തൊക്കെയാണ് സൂക്ഷിപ്പുള്ളത് എന്ന് പറയാനുള്ള കഴിവ് അള്ളാഹു ആ പ്രവാചകന് മുഅ്ജിസത്തായി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു നബിയാണെന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് ചില സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന അമാനുഷിക കഴിവുകളാണ്. സൂറത്ത് മാഇദ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, എല്ലാ അമ്പിയാക്കന്മാരെയും പോലെ തന്നെ പ്രബോധനം നടത്താൻ തുടങ്ങിയാൽ പ്രതിസന്ധികൾ ഉണ്ടാകും.
ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും, വിമർശനങ്ങൾ ഉണ്ടാവും, നാട്ടിൽ നിന്ന് എതിർപ്പുണ്ടാകും, മഹല്ലിൽ നിന്ന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്താ തെളിവ്? ഈസാ നബി അലൈഹിസ്സലാം ഈ പ്രവാചകത്വവുമായി കൊണ്ട് ജനങ്ങളോട്, ബനൂ ഇസ്രായേലുകാരോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സ്വഭാവം എന്താണ്? അവർക്കിഷ്ടല്ലാത്തത് പറഞ്ഞാൽ അവർ നബിമാരാണെന്ന് നോക്കൂല, അവരങ്ങ് കൊന്നുകളയും. ഇന്നും അങ്ങനെയാണ്. സത്യ പറഞ്ഞു എന്നുള്ള വിഷയമൊന്നുമില്ല, ആര് പറഞ്ഞു എന്നുള്ളതൊന്നും വിഷയമല്ല. ഉപദ്രവിക്കാനും മർദ്ദിക്കാനും ഒക്കെ ആളുകൾ ഏറെയുണ്ട്, പറഞ്ഞത് എത്ര സത്യമാണെങ്കിലും. എങ്കിൽ ബനൂ ഇസ്രായേലുകാരെ പറ്റിയും പറയാണ്, അവര് അമ്പിയാക്കന്മാരെ, അവർക്ക് ചിലപ്പോൾ ആശയപരമായോ അവരുടെ നാടിന്റെ സാഹചര്യം വെച്ചോ ശൈലിക്കെതിരായി വല്ലതും വന്നാൽ ആ പ്രവാചകരെ കൊല്ലുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിച്ചു. എന്നിട്ട് അവർക്ക് അത്ഭുതകരമായി ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തന്ത്രം പ്രയോഗിച്ച് രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ അവര് പറയാൻ തുടങ്ങി, ഞങ്ങളിതാ ഈസാ ഇബ്നു മറിയമിനെ കൊന്നിരിക്കുന്നു. ഖുർആൻ പറഞ്ഞു, ഇല്ല, വമാ ഖതലൂഹു, ഈസാ നബിനെ നിങ്ങൾ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയിട്ടില്ല. വമാ സലബൂഹു, ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറക്കാനും അവർക്ക് പറ്റിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അതേപോലത്തെ ഒരു സാദൃശ്യമുള്ള വേറൊരാളെ അവർക്ക് കിട്ടി, അതേ നടന്നിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തി. ഈസാ നബിനെ വധിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈസാ നബി അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ഇന്ന് ജീവിച്ചിരിപ്പാണ്, ആകാശലോകത്താണെന്ന് മാത്രം. ഇനി വരും ഒരു ദിവസം ഈസാ നബി ആകാശലോകത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരും. ശ്രദ്ധിക്കുക, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അതിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ 4 ആയത്തുകളിലായി ആ ഭാഗത്തിന്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും എന്ന് തെളിയിക്കാവുന്ന സൂറത്തു സുഹ്റഫിന്റെ 61-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ وَإِنَّهُ لَعِلْمٌ لِلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونِ هَذَا صِرَاطٌ مُسْتَقِيمٌ. ഈ ആയത്തിൽ വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം പുറത്തു വരുന്നതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല്. മറ്റൊരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്ന മറിയമ, നിങ്ങളിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഹകമം മുഖ്സിത, നല്ല നീതിയോടെയുള്ള ഭരണകർത്താവായിക്കൊണ്ട്. ആകെ അവസാന നാളുകളിൽ എത്തുന്നതോടെ തരിപ്പണമാകുന്ന ഒരവസ്ഥ വരും ലോകത്ത്. അതിനിടയിലാണ് ഒരു പ്രകാശത്തിന്റെ കിരണമായി നീതിമാനായ ഒരു ഭരണാധികാരിയായിട്ട് വരും. ഫയക്സിറ സ്വലീബ്, അന്നുണ്ടാകുന്ന കുരിശുകൾ തകർക്കപ്പെടും. വയഖ്തുലൽ ഖിൻസീറ, ഖിൻസീറുകളെ, പന്നിയെ കൊന്നുകളയും. വയദഉൽ ജിസിയ, അന്നുണ്ടാകുന്ന എല്ലാ നികുതികളും അവസാനിപ്പിക്കും. വയഫീലൽ മാലു ഹത്താ ലാ യഖ്ബലഹു അഹദുൻ, പണം നന്നായി ഒഴുക്കപ്പെടും. പണം സ്വീകരിക്കാൻ പോലും, സ്വതക്ക കൊടുത്താൽ മേടിക്കാൻ പോലും ആളില്ലാത്ത കാലഘട്ടം വരും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈദാഇ ശർഖിയ ദിമസ്ക, ദമസ്കസിലെ വെളുത്ത മിനാരത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നത്. എവിടെ ഇറങ്ങുന്നു വരെ പറഞ്ഞു. ദമസ്കസ്, അതിലെ ജാമിഉൽ അമവിയുടെ മിനാരത്തിൽ ഇറങ്ങുമെന്ന്. ആ നാട്ടിൽ ഇന്നും സംസാരിക്കുന്ന ഭാഷ അറാമിക് എന്ന് പറയുന്ന ഭാഷയാണ്. അറാമിക് ഭാഷ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സംസാര ഭാഷയാണ്. ഇന്നും അവിടെ സംസാരിക്കുന്നത് അതാണ്. ഏത് സമയത്താ ഇറങ്ങുക? ഇത് നസല അലൈഹിം ഈസ ഇബ്നു മറിയമ സുബ്ഹ, ഒരു സുബ്ഹ് നമസ്കാരത്തിന്റെ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫയുസല്ലി ബിഹിം ഇമാമുഹും, എന്നിട്ട് ആ പള്ളിയിലെ ഇമാമായി ഈസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കും. അഖ്റജഹു അബൂ ദാവൂദ് ധരിക്കുന്ന ഹദീസ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ദജ്ജാലിന്റെ ഫിത്ന ആരംഭിക്കും. ഖിയാമത്ത് നാളിന്റെ 10 വലിയ അടയാളങ്ങൾ പെട്ടതാണ് മസീഹു ദജ്ജാൽ.
സകല ഫിത്നകളും ഉണ്ടാക്കി ഈമാനുള്ളവന്റെ ഈമാൻ വരെ നശിപ്പിക്കപ്പെടും. ഇയാള് വലിയ സത്യസന്ധനായി മുദ്ര കുത്തപ്പെടും. ഒരുപാട് ആളുകൾ ഇയാളെ വിശ്വസിച്ചു പോകും. അങ്ങനെ ഫിത്നകൾ പരന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഫൈദാ നളറ ഇലൈഹി ദജ്ജാൽ, ദജ്ജാലിനെ ഫൈദാ നളറ ഇലൈഹി ദജ്ജാലു ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ഈസാ നബി എങ്ങാനും ദജ്ജാലിനെ ഒന്നങ്ങ് നോക്കുന്നതോടെ ദജ്ജാലങ്ങ് ഉരുകിത്തീരുന്ന പോലെയാകും. ഇതുപോലെ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞ ഉപ്പങ്ങ് ലയിച്ച് വെള്ളത്തിൽ ലയിക്കുന്ന പോലെ ദജ്ജാലങ്ങ് ഇല്ലാതെയായി പോവും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞാൻ സുഹൃത്തുക്കളെ ഈ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞത്, മുസ്ലിമീങ്ങളായ നമുക്ക് നമ്മുടെ വിശ്വാസകാര്യങ്ങൾ അറിയണം, നമ്മുടെ ആദർശം എന്തെന്നറിയണം, നമ്മുടെ മതത്തിന്റെ ചട്ടക്കൂടുകൾ ബോധ്യപ്പെടണം. അതില്ലെങ്കിലാണ് മറ്റു മതസ്ഥരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്രൈസ്തവരായ ആളുകൾ ചെയ്യുന്നത് എന്താ? പഠിക്കാൻ വേണ്ടി പറയാ, ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ ആരാധിക്കുന്നു. സംശയമില്ല, ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണെന്ന് വാദിക്കുന്നു. ത്രിയേകത്വം എന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തത്വത്തിൽ ഒന്നായിക്കൊണ്ടതിനെ വാദിക്കുന്നു. ദൈവപുത്രനാണെന്നുള്ള വാദം മാത്രം മതി. അല്ലാഹുക്ക് ഇത്രയും ദേഷ്യമുള്ള കാര്യമില്ല. സൂറത്ത് മറിയമിൽ പറയാ, വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ, അവർ പറയാൻ തുടങ്ങി റഹ്മാനായ റബ്ബ് മക്കളെ സ്വീകരിച്ചിട്ടുണ്ട്, റഹ്മാനായ റബ്ബിന് സന്താനുണ്ട്. ആ വാക്ക് ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദാ, ക്രോധമുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന, അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കുന്ന വാദമാണത്. അല്ലാഹു പറയാം, ആകാശം പൊട്ടി വീഴാൻ മാത്രം ദേഷ്യമുള്ള കാര്യമാണ്. ഭൂമി പിളരാൻ മാത്രം ദേഷ്യമുള്ളതാ. ഉരുകിത്തീരാത്ത, പൊട്ടിത്തീരാത്ത പർവ്വതം വരെ തകർന്ന് തരിപ്പണമാകാൻ മാത്രം ദേഷ്യമുണ്ടാക്കുന്ന വാക്കാണത്. ഇത് പറയരുത്. അള്ളാന്റെ പേരിൽ ആ വാദം നിങ്ങൾ ഉന്നയിക്കരുത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രകരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികളെങ്കിൽ. ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊരിക്കലും മതവിദ്വേഷമല്ല, മതസൗഹാർദ്ദത്തിനെതിരുമല്ല, മറിച്ച് മതം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവമായി, ദൈവപുത്രനായി സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ മതത്തിന്റെ ആളുകൾ നല്ല പ്രത്യേകമായ കേക്കുകൾ മുറിക്കുന്നു, സുന്ദരമായ പുൽക്കൂടുകൾ ഒരുക്കി വെക്കുന്നു, വീടുകളിൽ സ്റ്റാറുകൾ കെട്ടിത്തൂക്കുന്നു, രാത്രി സമയങ്ങളിൽ വന്ന് കരോളും പാട്ടും ഡാൻസും ഒക്കെയായി അവരതിന്റെ ഒരു ആഘോഷത്തിന്റെ ത്രില്ലിലാണ്. ശരി, അതവരുടെ മതമാണ്, അവരുടെ വിശ്വാസമാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിങ്ങൾ ഈ വാദത്തോട് കുടപിടിക്കുന്ന, ഈ വാദത്തിന് പിന്തുണക്കുന്ന അതേ അവസ്ഥയല്ലേ വീടുകളിൽ സ്റ്റാറുകൾ കെട്ടിത്തൂക്കി അവരോട് സമരസപ്പെട്ടു. പ്രത്യേകമായ കേക്കുകളും പരിപാടികളും ഉണ്ടാക്കിയിട്ട് അതിൻ്റെതായ ഉത്സവങ്ങൾ തുടങ്ങി. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ എല്ലാവർക്കും നല്ല ആശംസകൾ, നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി അയച്ചു തുടങ്ങി. ഇതൊക്കെ ഒരു മുസ്ലിമിന് പറ്റുമോ? ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ ആഘോഷമല്ല, ഇതൊരു മതത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗം ഫഹുവ മിൻഹും. ആര് ഏതൊരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടു പോകുന്നുണ്ടോ അവൻ അവരിൽപ്പെട്ടവനായി മാറും. ആ വേഷവും ആ കോലം സ്വീകരിച്ചും അതിനോട് സമരസപ്പെട്ടു പോകുന്ന അടയാളങ്ങളൊക്കെ നമ്മളും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതന്നെയാണ്, നമ്മൾ അവരിൽ പോലെ തന്നെയാണ്. പുതിയ തലമുറ ആഘോഷിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഹാവോലിൻ എന്ന് പറയുന്ന ഒരു ആഘോഷം നടന്നു. എന്തിനാണത്രേ? യക്ഷികളുടെ ആഘോഷ ദിവസം. യക്ഷികളുടെ ആഘോഷം വരെ കേരളത്തിൽ ആഘോഷമാക്കി തുടങ്ങി. എല്ലാ ആഘോഷത്തിന്റെയും പിന്നിൽ ത്രസിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കുക. നമ്മുടെ തൊട്ടടുത്ത പരിസരത്ത് മമ്പറത്തല്ലേ സുഹൃത്തുക്കളെ, 18 തികയാത്ത മക്കള് ജീപ്പ് ഓടിച്ച് റൈസിംഗ് നടത്തിയിട്ട് ജീവൻ പൊലിയാൻ മാത്രം ഭീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ വാഹനം ഓടിച്ചത് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പരിസരത്തല്ലേ.
സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ദീൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുമ്പോ അത് വളരെ സുന്ദരമായ പ്രകൃതിയോടും രാജ്യത്തോടും ലോകത്തോടും നീതിയായി ഓരോന്ന് പഠിപ്പിക്കുന്നു. അതിനെതിരായി എന്തൊക്കെ നടന്നാലും അതിൽ അപകടങ്ങളുണ്ട്, അതിൽ വലിയ തരത്തിലുള്ള മോശത്തരങ്ങൾ സംഭവിക്കാനുള്ള അടയാളങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെയാണ് അലിമുൽ ഗൈബായ അദൃശ്യമെല്ലാം അറിയുന്ന, ഭാവി അറിയുന്ന, ഭൂതമറിയുന്ന, എല്ലാ കാലവും അറിയുന്ന അള്ളാഹുവാണ് ദീനിന്റെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതൊന്ന് മനസ്സിലാക്കുക, അത് പഠിക്കുക. വേറിട്ടു നിൽക്കേണ്ടിടത്ത് വേറിട്ട് നിൽക്കാൻ, മനുഷ്യരെന്ന നിലക്ക് മതം നോക്കാതെ സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കാൻ, ഐക്യപ്പെടേണ്ടിടത്ത് ഐക്യപ്പെടാൻ, അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ ഒരു വിശ്വാസിക്കും ഒരു തടസ്സവുമില്ല. പക്ഷേ തന്റെ മതത്തെ വിറ്റുകൊടുത്ത് തന്റെ മതത്തിന്റെ മൂല്യങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി ഞാനൊരു സൗഹാർദ്ദക്കാരനാണെന്ന് കാണിക്കാൻ ഒരു നിലക്കും ഇത്തരത്തിലുള്ള വീഴ്ചകൾ നമ്മുടെ പക്കൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ കോപമുണ്ടാക്കുന്ന, അള്ളാഹുവിന്റെ ശാപമുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു നമുക്ക് സന്മനസ്സും ഈമാനും കരുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.